ഹലോ നമസ്കാരം. മഴതോറും മുമ്പിടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ കടപ്പാട്ടൂർ വീടാണ്. അലീന തക്ക പണിയിലാണ്, ഒരുപാട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. കിച്ചണിൽ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ വന്ന് വിളിക്കുന്നുണ്ട്, ചേച്ചി എൻ്റെ ഫുഡൊക്കെ റെഡിയായോ, വേഗം തന്നെ എനിക്ക് പോകാൻ സമയമായി എന്ന് പറയണം. ഇതാ മോളെ ഒരു 5 മിനിറ്റ് ഇപ്പോൾ റെഡിയാകുമെന്ന് പറയുന്നുണ്ട്. മോളൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുക, അപ്പോഴേക്കും എല്ലാം സെറ്റാക്കി തരാം ചേച്ചി. മോൾ ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, മോളുടെ ടിഫിനൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കൃഷ്ണ. അതേസമയം തന്നെ രോഹിത്തും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നുണ്ട്. അതുപോലെ ബബിതയും കൂടിയിട്ട്, ബബിതയല്ല നമ്മുടെ ബാലചന്ദ്രനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരികയാണ്. അങ്ങനെ അലീന എല്ലാവർക്കും ഉള്ളത് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, ബബിത എന്തേ വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയാണ് കൃഷ്ണമോൾ. എന്നാൽ ഞാൻ പോയി വിളിച്ചിട്ട് വരാൻ ചേച്ചി എന്ന് പറയുന്നുണ്ട്. എന്നാൽ നീ ചെല്ല് വിളിച്ചിട്ട് വാ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ കൃഷ്ണ വിളിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് ബബിത അവിടെ ഇങ്ങനെ പനിച്ച് വിറച്ച് കിടക്കുക കേട്ടോ. അപ്പോൾ ബബിതേനെ വിളിക്കുന്ന സമയത്ത് ചേച്ചി ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ, ചേച്ചി ഇന്ന് കോളേജിൽ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത എനിക്കിന്ന് ഒട്ടും വയ്യ, എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ഉണ്ട്, മേലാകെ പൊള്ളുന്നു, നല്ല പനിയുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ കൃഷ്ണ വന്ന് അടുത്ത് വന്ന് തൊട്ട് നോക്കുന്നുണ്ട്. അയ്യോ ചേച്ചി ശരിയാണല്ലോ, നല്ല പനിയുണ്ടല്ലോ, ചേച്ചിക്ക് ഇത് എന്താ പറ്റിയത്, ഇന്നലെ ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ, പിന്നെ പെട്ടെന്ന് എന്താ ചേച്ചിക്ക് പനി വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഒട്ടും വയ്യ, ഞാൻ ഇന്ന് കോളേജിൽ പോകുന്നില്ല എന്ന് പറയണം, എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ എന്ന് പറയണം. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ അലീന ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറയാം എന്ന് പറയുമ്പോൾ വേണ്ട, ഇങ്ങോട്ടേക്ക് ആരോടും വരാൻ പറയണ്ട, എന്നെ ശല്യപ്പെടുത്താനായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയണം. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് എന്നാൽ ശരിയെന്നും പറഞ്ഞിട്ട് കൃഷ്ണ താഴേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ബാലചന്ദ്രനോട്, അച്ഛാ ചേച്ചിക്ക് നല്ല പനിയാണ്, ഭവ്യേച്ചിക്ക് നല്ല പനിയാണ്, ചേച്ചിക്ക് നല്ല ബോഡി പെയിൻ ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയണം ബാലചന്ദ്രൻ. ചേച്ചി എങ്ങോട്ടും വരുന്നില്ല എന്ന് വാശി പിടിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബാലചന്ദ്രൻ മുകളിലേക്ക് കയറിപ്പോയി നോക്കുന്നുണ്ട്. ബബിത എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പം വളരെ ദേഷ്യത്തിലാണ്, ഒന്നുമില്ല എന്ന് പറയണം. എന്നിട്ട് ബാലചന്ദ്രൻ അടുത്തേക്ക് വന്നിട്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല പനിയുണ്ട്, പൊള്ളുന്ന പനിയുണ്ടല്ലോ, എന്നാൽ വാ റെഡിയാവും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ ഗുളിക കഴിച്ചോളാം, ഇവിടെ കിടന്നാൽ മതി, എനിക്ക് എങ്ങോട്ടും പോകണ്ട എന്ന് പറയുന്നുണ്ട്. വാശി കാണിക്കാതെ വാ എഴുന്നേറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ വേണ്ട അച്ഛാ, എനിക്ക് എങ്ങോട്ടും പോകണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം, ഒന്ന് റെസ്റ്റ് എടുത്താൽ അത് മാറിക്കോളും എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ നിർബന്ധിച്ചിട്ടൊന്നും ബബിത എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ബാലചന്ദ്രൻ താഴേക്ക് വരികയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അച്ഛാ ബബിതയ്ക്ക്, എന്ത് പറ്റിയതാന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ട് പനിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല, വരുന്നില്ല എന്ന് പറയണം. ഹോസ്പിറ്റലിൽ പോകുന്നില്ലെങ്കിൽ സാരമില്ല അച്ഛൻ, ഞാൻ മരുന്ന് കൊടുത്തോളാം, എൻ്റെ അടുത്ത് മരുന്നുണ്ട്, ഞാൻ കൊടുത്തോളാം, നോക്കിക്കോളാം എന്ന് പറയണം. അങ്ങനെ ബാലചന്ദ്രനും കൃഷ്ണയും രോഹിത്തും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. പിന്നീട് അവർ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ അലീന പിന്നീട് മുകളിലേക്ക് കയറി ചെല്ലുകയാണ് ബബിതയുടെ റൂമിലേക്ക്. അലീന ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നല്ല ബുദ്ധിമുട്ടുണ്ടോ, പനിക്കുന്നുണ്ടോ, ഒരുപാട് വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ അലീനയുടെ ചോദ്യത്തിന് ബബിത ഒന്നും മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ ചായ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാം എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, ഈ പനി മാറണമെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിക്കണം, മരുന്ന് കഴിക്കണമെങ്കിൽ ആദ്യം ഇത്തിരി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, എന്നാൽ ഞാൻ പോയി ഭക്ഷണം എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ നിന്നോടല്ലേ പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കണം. ഭക്ഷണത്തോട് എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തോടോ മരുന്നിനോടോ കാണിക്കരുത്, ഇത് നിൻ്റെ ശരീരമാണ്, നിൻ്റെ ശരീരത്തോട് എന്നോടുള്ള ദേഷ്യം കാണിക്കരുത് എന്ന് പറയാണ് അലീന. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എനിക്കൊരു ആവശ്യമില്ല, നീ ഒന്ന് ഇവിടെ നിന്ന് പോയി തന്നാൽ മതി, അതന്നെ വലിയ സമാധാനമാണ് എന്ന് പറയാണ്. എന്നാൽ ഞാൻ ഇപ്പോൾ ഒന്ന് മരുന്ന് തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ബൈസ്റ്റാൻഡറായിട്ട് ഇപ്പോൾ ഞാൻ മാത്രമേ നിൽക്കാനുള്ളൂ, ഇന്ന് സുലോചന ആൻറ്റി വരുന്നില്ല, അതുകൊണ്ട് അകത്ത് കയറ്റില്ലായിരിക്കും, എന്നാലും പുറത്ത് നിന്നല്ലേ പറ്റുള്ളൂ. കൃഷ്ണമോൾ സ്കൂളിൽ പോകുന്നുണ്ട്, രോഹിത്തും കോളേജിലും പോയി, അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ്, എന്നെ അവിടെ ഹോസ്പിറ്റലിലാക്കിയിട്ട് വേണം അച്ഛന് ഷോപ്പിലേക്ക് പോകാനായിട്ട്. ഇന്ന് ഇവിടെ ബബിത തനിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് തനിച്ച് കിടക്കണ്ടേ. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് മോളുടെ കൂടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ബബിതയ്ക്ക് പനിയില്ല, അതുകൊണ്ട് ഞാൻ ഭക്ഷണം തരാം, എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം, കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറയുമ്പോൾ ബബിത സമ്മതിക്കുന്നില്ല. ഞാൻ ഗുളിക കഴിച്ചോളാം എന്ന് പറയണം. അങ്ങനെ ഗുളിക കഴിച്ചാൽ ശരിയാവത്തില്ല, അസുഖം കൂടുതലാവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോകണം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഒന്നും ആവശ്യമില്ല, നീ ഒന്ന് പോയി തന്നാൽ മതി എന്ന് മാത്രം പറയണം. അങ്ങനെ അലീന താഴേക്ക് വരുന്നുണ്ട്. പിന്നീട് അലീനയും മുത്തശ്ശി ഉണ്ടായിരുന്ന സമയത്ത് അമലിനെ വീട്ടിൽ വിളിച്ച് കയറ്റിയതാണ് ബബിത എന്ന കാര്യം അലീന ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കിങ്ങനെ എന്തോ ഒരു പേടി തോന്നുന്നുണ്ട് അലീനയ്ക്ക്, ഇതെന്താ ഇപ്പം ഇങ്ങനെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ് ബബിത ഇരിക്കുന്നത്.
അപ്പോൾ അലീന ബാലചന്ദ്രൻ റെഡി ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ നീ റെഡി ആയില്ലേ, നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ അച്ഛാ ബബിത ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുകയാണ്, പനിയാണ് എന്ന് പറയണം. അപ്പോൾ ഞാൻ എങ്ങനെ വരും എന്ന് ചോദിക്കണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഹോസ്പിറ്റലിലേക്ക് പോവണ്ട, ഇവിടെ നിന്നോ എന്ന് പറയണം. ഞാൻ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോൾ അച്ഛന് ഷോപ്പിൽ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് സാരമില്ല, ഞാനൊന്ന് മാനേജ് ചെയ്തോളാം എന്ന് പറയാണ്. അവളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, അവളുടെ സ്വഭാവം അത്ര ശരിയല്ല, അവളുടെ അമ്മയെപ്പോലെ തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവൾക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണ്ട, പനി കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ച് പറയണം എന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ എങ്ങനെ നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം, സുലോചന വന്നില്ലെങ്കിൽ സുനന്ദേച്ചിയെ ഞാൻ വിളിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രൻ പോയതിന് ശേഷം അലീന ഡോറൊക്കെ അടയ്ക്കുന്നുണ്ട്. അങ്ങനെ ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ട് അലീന പോയി എന്നാണ് ബബിത വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ അമലിനെ വിളിക്കുകയാണ്. അമലിനോട് ബബിത പറയുന്നുണ്ട്, എനിക്ക് പനിയാണ് എന്ന് പറയുമ്പോൾ അമൽ ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അത് വേണ്ട, കാരണം അലീനയില്ലേ ആൾ അന്ന് മുത്തശ്ശിയും മോളും ഉണ്ടായിരുന്നപ്പോൾ തന്നെ നീ വന്നതിൻ്റെ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ആരുമില്ലാത്തപ്പോൾ നീ വരുമെന്ന് അവൾക്കറിയാം. മിക്കവാറും അവളുടെ സ്വഭാവമല്ലേ, ചിലപ്പോൾ അച്ഛനെ വിളിച്ച് ഇവിടെ ഒളിപ്പിച്ച് നിർത്തിയാലും മതി, അച്ഛൻ്റെ കയ്യിലെങ്ങാനും നീ പെട്ടാൽ തീർന്നു, അതുകൊണ്ട് നീ ഇന്നിങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമൽ പറയണം, നീ ഹോസ്പിറ്റലിൽ പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അത്രയ്ക്ക് പനിയില്ല, എങ്കിലും നല്ല ശരീരവേദന ഉണ്ട് എന്ന് പറയണം. വൈകിട്ട് രോഹിത്തേട്ടൻ വരട്ടെ, എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാം, അമ്മയെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിത പിന്നെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ നിന്നെ കണ്ടാൽ പോലീസിൽ ഏൽപ്പിക്കും. അപ്പോൾ അവൻ വീണ്ടും ഞാൻ വന്നോട്ടേന്ന് ചോദിക്കുകയാണ്, നിന്നെ കണ്ടാൽ പോലീസിൽ ഏൽപ്പിക്കും, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അമൽ പറയണം, എന്നാൽ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഓടി വരാമെന്നൊക്കെ പറയണം. ബബിതയുടെ വിചാരം അലീന പോയി എന്നാണ്. പക്ഷേ അലീന വീട്ടിലെ ജോലികളൊക്കെ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹരിയും രോഹിത്തും കൂടി വഴിയിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. ഹരി ചോദിക്കുന്നുണ്ട്, എടാ ബബിതയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. ബബിതയ്ക്ക് നല്ല പനിയാടാ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഹരി. എന്താ പറ്റിയത്? ഒരു പനിയൊന്നും അത്ര തന്നെ. അല്ല, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു അവൾ? ഇല്ല, നീ എന്താടാ അങ്ങനെ ചോദിച്ചത്? അപ്പോൾ ഹരി പറയുന്നുണ്ട്, അല്ല അമലിൻ്റെ കാര്യം എല്ലാം അറിയണം, അതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം, അവളുടെ പോക്ക് തീരെ ശരിയല്ല, അമൽ ഭയങ്കര പെണ്ണു കേസിലൊക്കെ വിഷയമുള്ള ആളാണ്, നിൻ്റെ അനിയത്തി അവൻ്റെ പുറകെയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയണം. അങ്ങനെയൊന്നും ഇല്ലടാ എന്ന് രോഹിത്ത് പറയുമ്പോൾ ഹരി പറയണം, അവൾ കോളേജിൽ പോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞില്ല അവൾക്ക് പനിയാണ്, വീട്ടിലുണ്ട് എന്ന് പറയണം. അപ്പോൾ അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അച്ഛൻ്റെ പുന്നാര മോള് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീനയോ, അവൾ അമ്മയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്, കൃഷ്ണമോൾ സ്കൂളിലും പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരിക്ക് കാര്യം മനസ്സിലാവാണ്, വീട്ടിൽ ബബിത ഒറ്റയ്ക്കാണ്, അലീന ഹോസ്പിറ്റലിലേക്ക് പോയേക്കാണല്ലോ, അപ്പോൾ ബബിത ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ ഹരിയുടെ ഉള്ളിൽ ഇങ്ങനെ ലഡു പൊട്ടുന്നുണ്ട്, ഒരു 5-6 ലഡു ഒരുമിച്ച് പൊട്ടുന്നുണ്ട് കേട്ടോ. കാരണം തൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാം എന്നുള്ളൊരു ചിന്ത വരികയാണ്. അങ്ങനെ ഹരി പിന്നീട് രോഹിത്തിനോട് യാത്ര പറഞ്ഞിട്ട്, എന്നാൽ ശരിയുടെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകണം, നീ ഇനി എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ കോളേജിലേക്ക് കയറാൻ പോവുകയാണെന്ന് പറഞ്ഞ് രോഹിത്തും പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഹരി നേരെ ചെല്ലുന്നത് കടപ്പാട്ടൂർ വീട്ടിലേക്കാണ്. ഗേറ്റ് ഒക്കെ മെല്ലെ തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ ഹരി. അങ്ങനെ ഹരി അകത്തേക്ക് കയറുന്ന സമയത്ത് അലീനയാണെങ്കിൽ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഹരി അങ്ങോട്ടേക്ക് എത്തുന്നത്. അലീന ബബിതയ്ക്ക് ഗുളിക കൊടുക്കുന്നുണ്ട്. ഈ ഗുളിക കഴിച്ച് കിടക്കുക എന്ന് പറയുമ്പോൾ ബബിത പറയണം, എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, നീ ഇപ്പോൾ ഈ ജ്യൂസെങ്കിലും കുടിച്ചല്ലോ, അതുകൊണ്ട് ഇനി ഈ ഗുളിക കൂടി കഴിക്കുക, എന്നാലും അത് മാറിക്കോളും, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അച്ഛനെ വിളിക്കും, മര്യാദക്ക് കഴിക്കി, ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എന്ന് പറയണം. അങ്ങനെ അത് അവിടെ വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് അലീന അവിടെ നിന്ന് പോണത്. അപ്പോൾ ആഹാരം കഴിക്കാനും പറയുന്നുണ്ട്, അവിടെ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത്തിരി ചോറും കറികളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാനെന്നൊക്കെ പറയണം. അങ്ങനെ ബബിത ഭക്ഷണം കഴിക്കുന്നുണ്ട്, അലീന ആ സമയത്ത് കുളിക്കാൻ പോവാണ്. ഹരി അങ്ങനെ വീടിനകത്തേക്ക് എങ്ങനെയൊക്കെയോ കയറി പറ്റുക കേട്ടോ, പുറകിൽ ഡോറൊക്കെ ലോക്കൊക്കെ പൊട്ടിച്ചിട്ട് അകത്തേക്ക് കയറി പറ്റുന്നുണ്ട്. അങ്ങനെ ബബിതയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ബബിതയുടെ റൂമിലേക്ക് കയറിയിട്ട് കതക് ലോക്ക് ചെയ്യാണ്. ബബിത ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഗുളികയൊക്കെ കഴിച്ചിട്ട്, പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കാണ് ഹരിയെ കണ്ടപ്പോൾ. അപ്പോൾ ബബിതയ്ക്കാണെങ്കിൽ ആകെ പേടിയാണ്. നീ എന്താടാ ഇവിടെ, ഇറങ്ങടാ എൻ്റെ റൂമിൽ നിന്നൊക്കെ പറഞ്ഞ് ബബിത പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നീ എന്താടി കരുതിയത്, അവിടുന്ന് ഇങ്ങോട്ടേക്ക് രക്ഷപ്പെട്ട് വന്നപ്പോൾ എല്ലാം തീർന്നു എന്ന് കരുതിയോ? എൻ്റെ ഫോൺ തല്ലി പൊട്ടിച്ചാൽ എല്ലാം തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് നീ കരുതിയോടി? ആ വീഡിയോ എനിക്കിപ്പോൾ കിട്ടും, നിൻ്റെ എല്ലാ ഉടായിപ്പും എൻ്റെ കയ്യിലുണ്ട്.
ഞാൻ ആ വാട്സപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് അത് ബാക്കപ്പ് കിട്ടും. അന്ന് ഞാൻ ആ വീഡിയോസൊക്കെ വൈറലാക്കും എന്ന് പറയണം. അപ്പോൾ ഹരി അവളെങ്ങനെ പിടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ബബിതയാണെങ്കിൽ ഇറങ്ങട എൻ്റെ റൂമിൽ നിന്ന് മര്യാദക്ക് പൊക്കോ, ഞാനിവിടെ ഒച്ച വെച്ച് ആളെ കൂട്ടും എന്നൊക്കെ പറയണം. അപ്പോൾ ഹരി പറയുന്നുണ്ട്, നീ ആളെ കൂട്ടടി, നീ ഒച്ച വെച്ച് ആര് കേൾക്കാനടി, ഈ വീട്ടിലെ ആരുമില്ല, നിൻ്റെ അച്ഛനോ അനിയത്തിയോ നിൻ്റെ അച്ഛൻ്റെ പുന്നാര മോളോ ആരും ഈ വീട്ടിലില്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയണം. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ആര് പറഞ്ഞു, ഇവിടെ എല്ലാവരും ഉണ്ട്, അലീനയുണ്ട് ഇവിടെ, ഞാൻ വിളിക്കും അലീന എന്നൊക്കെ പറയുമ്പോൾ അവളൊക്കെ ഹോസ്പിറ്റലിൽ നിൻ്റെ അമ്മയുടെ അടുത്താണ്, അതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്, നീ വെറുതെ അടവൊന്നും എടുക്കേണ്ട, ഈ വീട്ടിൽ ആരുമില്ല, നീ എത്ര ഒച്ചിട്ടാലും ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല, നിന്നെ ഞാൻ കുറേ മോഹിച്ചതാണ്, ഇനി ആഗ്രഹം സഫലീകരിക്കാതെ ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല, ഇനി നീ എത്രയൊക്കെ കുതറി മാറിയാലും ഇവിടെ എത്രയൊക്കെ ഒച്ചിട്ട് കരഞ്ഞാലും ഇവിടെ ആരും നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല. രോഹിത്തിനെ ഞാൻ കണ്ടിരുന്നു, കൃഷ്ണ സ്കൂളിൽ പോയി, നിൻ്റെ അലീന ഈ ഹോസ്പിറ്റലിലും പോയി, നിൻ്റെ അച്ഛനും ഇല്ല, നിൻ്റെ കാമുകൻ ഉണ്ടാവുമോ എന്ന് സംശയം എനിക്കുണ്ടായിരുന്നു, അവൻ വരാത്തത് എനിക്ക് സൗകര്യമായി എന്നൊക്കെ പറയണ ഹരി. ബബിതയാണെങ്കിൽ എന്നെ വിടണം എന്നൊക്കെ പറഞ്ഞ് അവനെ ഷോൾഡറിലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഹരി പറയാണ്, കുറേ കാലം ഞാൻ അലീനയുടെ പിന്നിൽ നടന്നെങ്കിലും ഒന്നും നടന്നില്ല, പക്ഷേ നീ എന്നെ കൊതിപ്പിച്ചിരിക്കുകയാണ്, ഇപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മത്ത് പിടിച്ചിരിക്കുകയാണ്, നിൻ്റെ സൗന്ദര്യം ഇപ്പോൾ എൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയണം. ബബിത ഹരിയെ ശക്തമായിട്ട് പുറകിലേക്ക് തള്ളുന്നുണ്ട്. അങ്ങനെ ഹരി താഴേക്ക് വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ അലീന ഓടി മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ബബിതയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ഓർത്തിട്ടാണ് മുകളിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഹരിയാണെങ്കിൽ ബബിതയെ ഇങ്ങനെ കടന്ന് പിടിച്ച് ഡ്രസ്സൊക്കെ വലിച്ച് കീറുന്ന ആ സമയത്താണ് കേട്ടോ ബബിത പിടിച്ച് തള്ളിയത്. അങ്ങനെ തന്നെ പെട്ടെന്ന് വേച്ച് പോയിട്ട് നടുകുത്തി അവിടെ ഹരി താഴേക്ക് വീഴുകയാണ്. ബബിത പെട്ടെന്ന് ഡോറ് തുറക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ബബിതയുടെ കാല് പിടിച്ച് വെക്കുകയാണ്, നീ അങ്ങനെ രക്ഷപ്പെട്ട് പോവണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം പെട്ടെന്ന് മുകളിലേക്ക് ഓടി എത്തുന്നുണ്ട് അലീന. അപ്പോൾ ബബിത എന്ത് പറ്റി, ബബിത എന്ന് പറഞ്ഞ് അലീന ഇങ്ങനെ ഡോറിൽ മുട്ടുകയാണ്. അത് കേട്ടപ്പോൾ ഹരി ഒന്ന് ഞെട്ടിപ്പോവാണ്, പെട്ടെന്ന് ഹരിയുടെ പിടുത്തൊന്ന് വിട്ടു പോവാണ്. ബബിത വേഗം തന്നെ ഡോറ് പോയി തുറക്കുക കേട്ടോ. ഡോറ് തുറന്നപ്പോൾ അലീനെ കാണുന്നത് റൂമിൽ ഹരി ഇങ്ങനെ വീണ് കിടക്കുന്നതാണ്. അലീനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് ബബിത. പെട്ടെന്നാണ്ട് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി, എന്താ മോളെ, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത പറയുന്നത്, അവൻ എന്നെ കയറി പിടിച്ചു, എന്നെ ഉപദ്രവിക്കാൻ വന്നു എന്നൊക്കെ പറയാണ്. അലീന പെട്ടെന്ന് ദേഷ്യം വന്നിട്ട്, ഏട്ടാ നാണം കെട്ടവനെ, നീയൊക്കെ ഒരു മനുഷ്യനാണോ, ഞാൻ എവിടുന്നോ വന്ന ജോലിക്കാരെയാണെന്നെങ്കിലും കരുതാം, ഇത് നിൻ്റെ കുടുംബത്തിലുള്ള കുട്ടിയല്ലേ, സ്വന്തം പെങ്ങളെപ്പോലെ കാണണ്ടേടാ, നിൻ്റെ സ്വന്തം അനിയത്തി തന്നെയല്ല ഇത്, ആ കുട്ടിയെ കൂടി നീ ഉപദ്രവിക്കാൻ വന്നോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അലീനയാണെങ്കിൽ നമ്മുടെ ഹരിയുടെ ഷർട്ട് ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് നന്നായിട്ട് തല്ലുന്നുണ്ട് കേട്ടോ. കവളിനും കൈനും ഒക്കെ കണ്ട് തല്ലുകയാണ്. നീ എന്താടാ കരുതിയത്, കണ്ണിൽ കാണുന്ന പെണ്ണുങ്ങളെല്ലാം നിനക്ക് നിൻ്റെ ആഗ്രഹം തീർക്കാനുള്ളതാണോ, നിനക്കൊരു അനിയത്തിയും അമ്മയും ഉണ്ടല്ലോ, നിൻ്റെ അഹങ്കാരവും ആഗ്രഹമൊക്കെ അവിടെ കൊണ്ടുപോയി തീർക്കടാ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് തല്ലുകയാണ്. എൻ്റെ അനിയത്തിമാരുടെ ദേഹത്തോ എൻ്റെ ദേഹത്തോ ഇനി നീ തൊട്ടാലോ, നീ നോക്കുക പോലും ചെയ്താൽ നിന്നെ കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഹരിയാണെങ്കിൽ, എടീ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അലീനയെ തല്ലാനായിട്ട് നിൽക്കുന്ന സമയത്ത് അലീന വീണ്ടും അവിടെ ഒരു ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു ബബിതയ്ക്ക്. അപ്പോൾ ആ കത്തി എടുത്തിട്ട് രോഹിത്തിൻ്റെ നേരേക്ക് കുത്താനായിട്ട് അതിൻ്റെ അടുത്തോട്ട് വന്ന് ഞാൻ കുത്തിക്കൊല്ലും, അന്ന് ഞാൻ എൻ്റെ വയറ്റിനാണ് കുത്തിയത്, പക്ഷേ ഇന്ന് ഞാൻ കുത്താൻ പോകുന്നത് നിൻ്റെ വയറ്റത്ത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഹരിയുടെ നേരെ അലീനയുടെ ആ രൗദ്രഭാവം കണ്ടപ്പോൾ ഹരിക്കാകെ പേടിയാവാണ്. ഹരി പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം, എടി ബബിത, നീ ഇതിനെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ, ഇനി എൻ്റെ അവസരമാണ്, നീ ഇതിനെ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഹരി അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി പോവാണ്. താഴെ പോയി പെട്ടെന്ന് ഗേറ്റിന് പുറത്ത് കടന്നിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. അലീന ബബിതയെ ആശ്വസിപ്പിക്കുകയാണ്, സാരല്ല മോളെ പോട്ടെ, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് അവളടുത്തേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എല്ലാ പെൺപിള്ളേരുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടാവും, നമ്മൾ ധൈര്യപൂർവ്വം തന്നെ അതിനെ നേരിടണം. പണ്ട് എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, രോഹിത്തും ഹരിയും കൂടി എന്നോട് കാണിച്ചത് നീ അറിഞ്ഞതല്ലേ, അന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ കത്രിക എടുത്ത് എൻ്റെ വയറ്റിൽ കുത്തിയത്, ജീവൻ പോയാലും മാനം പോകരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. ബബിത പറയുന്നുണ്ട്, രോഹിത്തേട്ടൻ പറഞ്ഞിട്ടായിരിക്കും അവൻ അറിഞ്ഞത് ചേച്ചി ഹോസ്പിറ്റലിൽ പോയെന്ന്. അപ്പോൾ അവളോട് ഒരു ഇത്തിരി സ്നേഹമൊക്കെ തോന്നട്ടോ ബബിതയ്ക്ക്, തന്നെ രക്ഷിച്ചല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഹരി പറഞ്ഞു എന്ന് ബബിത പറയണം, എന്താണെങ്കിലും അലീന ചേച്ചി പോവാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, രോഹിത്തിനെ ചീത്തയാക്കുന്നത് ഈ ഹരിയാണ്, ആദ്യമായിട്ടാണോ അവൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ കൊല്ലപ്പള്ളിയിൽ വെച്ച് അവനിങ്ങനെ മോശമായി പെരുമാറി, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേ പോകുന്നത് എന്ന് ബബിത പറയണം. മോൾ എന്താ ഇതൊന്നും അച്ഛനോടോ അമ്മയോടോ പറയാഞ്ഞത്, അല്ലെങ്കിൽ അങ്കിളുമാരുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ
രണ്ട് കുടുംബങ്ങളും തമ്മിൽ എന്നും അടിയും വഴക്കുമാണ്. അച്ഛനറിഞ്ഞാൽ അവനെ കൊല്ലും, അത് വീണ്ടും പ്രശ്നമാകും എന്ന് കരുതിയാണ് ഞാൻ പറയാഞ്ഞത്. നീ വിഷമിക്കേണ്ട, ഇനി അവൻ നിന്നെ തൊടില്ല എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി ഈ കാര്യം അച്ഛനോടോ അമ്മയോടോ ഒന്നും പറയരുത് കേട്ടോ എന്ന് പറയണം. പലതും പറയേണ്ട സമയത്ത് പറയണം. ഇവനെപ്പോലെയുള്ള ഫ്രോഡുകളെ ഒന്നും നമ്മൾ വെറുതെ വിടാൻ പാടില്ല. അന്ന് എന്നോട് ചെയ്തപ്പോൾ ഞാൻ മനുവേട്ടനോട് പറഞ്ഞു. മനുവേട്ടൻ അവനെ തല്ലി ശരിയാക്കി. നിന്റെ ദേഹത്ത് കൈ വെച്ചെന്ന് അച്ഛൻ അറിഞ്ഞാൽ അച്ഛൻ അവനെ വെട്ടി തരിപ്പണമാക്കും, അവനെ വെട്ടിക്കൊല്ലും. ഞാൻ അച്ഛനോട് പറയില്ല, പക്ഷേ മനുവേട്ടനോട് പറയും. ഹരിയെ ഒതുക്കാൻ മനുവേട്ടനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയണം. അലീന അങ്ങനെ ബബിതയെ പിന്നീട് നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ബബിത അങ്ങനെ ഡോക്ടറെ കാണിക്കുകയും മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചതിനൊക്കെ ശേഷം ബബിതയും അലീനയും കൂടിയിട്ട് വൈജയന്തിയെ കാണാനായിട്ട് വൈജയന്തിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്, നീ എന്തിനാണ് എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും, നീ എന്തെങ്കിലും ചെയ്തോ എൻ്റെ മോളെ ഇങ്ങനെ അസുഖം വരാനായിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല, അവൾക്ക് പനി കൂടിയപ്പോൾ ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബബിത പിന്നീട് ബബിതയോട് ചോദിക്കുന്നുണ്ട്, വൈജ നിനക്ക് കുറവുണ്ടോ മോളെ, എന്ത് പറ്റിയതാണ്, ഇവളെ എന്തെങ്കിലും ചെയ്താണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ എനിക്ക് നല്ല പനിയായിരുന്നു, അലീന ചേച്ചി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ വൈജയുടെ മുഖം മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് അലീനയും ബബിതയും കൂടെ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവിടെ ഇവർ വീട്ടിലെത്തുന്ന സമയത്ത് മനു ഇവരെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മനു അവിടെ വന്ന് നോക്കുമ്പോൾ ആരുമില്ല. അങ്ങനെ മനു വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അലീനയും ബബിതയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾ വന്നോ, നിങ്ങളിത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ബബിതയ്ക്ക് പനിയായിട്ടാണ് ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറയണം. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട് മനു, നീ എന്തിനാ അലീന എന്നെ വിളിച്ചത്, എന്തോ അത്യാവശ്യമായിട്ട് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയാണ്, അത് എനിക്ക് മനുവേട്ട പറയാനുള്ളത് എന്ന് പറയണം. അങ്ങനെ അലീനയും ബബിതയും നടന്ന കാര്യങ്ങൾ മനുവിനോട് എല്ലാം തുറന്ന് പറയുന്നുണ്ട്. മനു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ചാടി കൊണ്ട് എഴുന്നേൽക്കുകയാണ്. മനു പറയുന്നുണ്ട്, നിനക്കിത് എല്ലാവരെയും അറിയിക്കാമായിരുന്നല്ലോ, 4 അവനിട്ട് എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടിയേനെ എന്നൊക്കെ പറയണം. അവനെ പോലീസിൽ കേസ് കൊടുത്ത് അറസ്റ്റ് ചെയ്യിപ്പിക്കണം, ജയിലിൽ കിടന്ന് പഠിക്കട്ടെ അവൻ എന്നൊക്കെ പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, വേണ്ട മനുവേട്ട, ഒരുപാട് പ്രശ്നമുണ്ടാകുന്ന കരുതിയിട്ടാണെന്ന് പറയണേ. ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല, അലീനയോട് അവൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു, സ്വന്തം ദേഹത്ത് വന്നപ്പോൾ വേദന മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുകയാണ് മനു. അവൻ്റെ അഹങ്കാരം ഞാൻ തീർത്തോളാം എന്നൊക്കെ പറഞ്ഞ് മനു ചാടിത്തുള്ളിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. മനു നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ഹരിയാണെങ്കിൽ അവിടെ മൊബൈലിൽ സിനിമയും കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. മനു മുറിയിലേക്ക് കയറിയിട്ട് കഥക് ലോക്ക് ചെയ്യുന്നുണ്ട്. നീ എന്താടാ കരുതിയത്, എല്ലാ പെൺപിള്ളേരും നിനക്ക് നിന്ന് തരുമെന്നോ എന്നൊക്കെ ചോദിച്ച് മനു ആണ്ട് ഹരിയെ പൊതിരാണ്ട് തല്ലാണ്. അലീന പറഞ്ഞതുപോലെ അവൻ്റെ കൈ മനു തല്ലി ഒടിക്കുക ചെയ്യുന്നുണ്ട്. അവൻ്റെ ലാപ്ടോപ്പൊക്കെ ഒറ്റ എറിഞ്ഞു കൊടുക്കണം. ഇനി ഏതെങ്കിലും പെണ്ണിൻ്റെ ദേഹത്ത് കൈവച്ചാൽ നിന്നെ ഞാൻ കൊന്ന് കത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഒച്ച കേട്ടിട്ട് കമൽ ഓടി വരുന്നുണ്ട്. അപ്പോൾ മനു പറയണം, ഇവൻ ആരുടെ ദേഹത്ത് കൈവച്ചെന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും, ഇവൻ്റെ കൈ ഞാൻ തല്ലി ഒടിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയാണ് കമലയോട് മനു. അങ്ങനെ കമലയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കമല. എന്നിട്ട് മനു ആണെങ്കിൽ ഈ വിവരമൊക്കെ അലീനയെ വിളിച്ച് പറയണം. അലീനയ്ക്കും ബബിതയ്ക്കും തൽക്കാലം ഒരു ആശ്വാസമാവുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഹരിയുടെ മൊബൈലിലുള്ള ആ വീഡിയോസ് മനു അത് വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ പറയാം കേട്ടോ.